KSFE സ്റ്റാഫ് അസോസിയേഷന്റെ 31ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. CITU ദേശീയ ജനറൽ സെക്രട്ടറി തപൻസെൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയാണെന്നും നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ഉയർത്തുന്ന കേന്ദ്രത്തിനെതിരായ ബദലാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നതെന്നും തപൻസെൻ പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. ഇതിനെതിരെ സമരം ചെയ്യുന്നവരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പണിയെടുക്കുന്നവന്റെ എല്ലാ അവകാശങ്ങളും കവരുകയാണ്. തൃശൂരിൽ നടന്ന KSFE സ്റ്റാഫ് അസോസിയേഷൻ 31ാം സംസ്ഥാന സമ്മേളനത്തിലാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും CITU ദേശീയ ജനറൽ സെക്രട്ടറിയുമായ തപൻസെൻ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. However small we may be in terms of national strength, they really consider the main enemy of theirs, the red flag. That is the premise which we represent ourselves. So they fight for what? It's taking many shapes. And these areas also there may be a challenge. You have to be very cautious, very studious, to note the developments. That is a part of our trade union task. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ KSFE സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ, നേതാക്കളായ ദീപ K രാജൻ, KN ഗോപിനാഥ്, KSFE ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി അരുൺ ബോസ് തുടങ്ങിയവരും സംസാരിച്ചു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ഈ കേരളത്തിൽ നടക്കുന്നത്. അന്ന് കർഷക തൊഴിലാളി യൂണിയനൊന്നുമില്ല. ഞങ്ങളുടെ മക്കളെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ കൃഷിപ്പണി ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ഒരു ചെറിയ പ്രദേശത്താണ് ദീർഘകാലം വയലുകൾ തരിച്ചിട്ടു, ഒരു പണിയും നടന്നില്ല. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര പ്രദർശനം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ നവീകരിച്ച തൃശൂരിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും സമ്മേളനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് പുതിയ സംസ്ഥാന ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. ന്യൂസ് മലയാളം, തൃശൂർ.